നമ്മുടെ വീടിനടുത്ത് ഗവൺമെൻറ് UP സ്കൂൾ മഹാദേവികാട് തോട്ടുകട എന്ന് പറഞ്ഞ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഉണ്ണിയാർച്ചയൊക്കെ ഉണ്ട്. ഇത് ഫാൻസി ഡ്രസ്സിനുള്ള കുട്ടികളാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അതേ ശകുന്തളയൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട്. വിഷു ഇത് പട്ടാളക്കാരനായിട്ടായിരുന്നു. വിഷുവിൻ്റെ ഫ്രണ്ട്സും വിഷുവായിട്ട് ഇത് എവിടെ ഇരിക്കുക കേട്ടോ. ഇത് ഞങ്ങൾ മീഷോയിൽ എടുത്ത ഡ്രസ്സാണ്. ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു ആൾക്ക് സൈസ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഇതാണ് ഇഷാപ്പു. ഇഷാപ്പു എന്ന് പറയുന്നത് വിഷുവിൻ്റെ ഗേൾ ഫ്രണ്ടാണ് കേട്ടോ. ഇവർ ഭയങ്കര കൂട്ടാം. ഇതിരിക്കുന്നത് ഉണ്ണിമോൾ നേഴ്സമ്മയായിട്ടാണ്. ഇഷാപ്പുവിൻ്റെ അമ്മ ഒരു നേഴ്സമ്മയാണ് കേട്ടോ. പക്ഷേ ഇഷാപ്പു ആണെങ്കിൽ നേരത്തെ സാധനങ്ങളൊന്നും ബുക്ക് ചെയ്യാഞ്ഞുകൊണ്ട് അവൾക്ക് ആ കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല. കുറച്ച് ഡിലേ വരും ഡെലിവേർഡ് ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് അവളെ നമ്മൾ മാലാഹയാക്കി. പിന്നെ അത് നോക്കുമ്പോൾ ഉണ്ണിയാർച്ച. അങ്ങനെ ഞങ്ങൾ നമുക്ക് പരിചയമുള്ള കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്. കൃഷ്ണൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ലിറ്റിൽ കൃഷ്ണ. പിന്നെ അതേ കർഷകനുണ്ട്. ഇതിപ്പോൾ വിഷുവിനാണെങ്കിൽ നമ്മൾ തോക്ക് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് വാങ്ങി. പക്ഷെ നമ്മൾ ബ്ലാക്ക് തിരക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് റെഡ്. സത്യത്തിൽ ഫാൻസി ഡ്രസ്സിനാണ് കൊണ്ട് കയറിയെങ്കിൽ ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഇവർ അംഗനവാടിയിൽ ഇങ്ങനെയാണ്. ടീച്ചർ പാട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ കിടന്ന് ഡാൻസാണ്. അങ്ങനെ എവിടെ പാട്ട് കേട്ടാലും ഇതാണ് അവസ്ഥ. അങ്ങനെ അവിടെ പാട്ട് കേട്ടപ്പോൾ ഇവരെല്ലാം കിടന്ന് ഭയങ്കര തുള്ളലായിരുന്നു. സ്റ്റെപ്പുകളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ റബ്ബർ ബോൾ പോലുള്ള ചാട്ടം മാത്രം. അങ്ങനെ വിഷു ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിന്നൊക്കെ ചാടിപ്പോകുന്ന അവസ്ഥയിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ്റെ ടീച്ചർ അവനെ പിടിച്ചെടുത്ത് വെക്കും. വിഷുവിൻ്റെ കലോത്സവം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാർ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ചേട്ടൻ്റെ കുളത്തിൽ മീൻ പിടിക്കാൻ പോയി. ഇത് മീൻ വളർത്തുന്ന കുളമാണ് കേട്ടോ. ഇതിനകത്ത് സിലോപ്പിയും അപ്പുറത്തൊരു കുളമുണ്ട്. അതിനകത്ത് നിറയെ കരിമീനുമുണ്ട്. കരിമീനൊക്കെ തീരെ ചെറിയ കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ചൂണ്ടയിട്ടില്ല. ഇത് സിലോപ്പിയുടെ കുളമാണ് കേട്ടോ. അങ്ങനെ ദേ നിങ്ങൾ നോക്കിയാൽ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ണഞ്ചേട്ടൻ ഇട്ടുടനെ ഒരു മീനെ കിട്ടിയത്. അച്ഛനാണെങ്കിൽ ഇത് മോൻ്റെ സന്തോഷം കണ്ട. മോനാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക മീനെ കിട്ടി എന്നും പറഞ്ഞ്. മീൻകാരൻ ഇനി ഇവര് തമ്മിലുള്ള മത്സരമാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ലാസ്റ്റ് നിങ്ങൾ കാണുന്ന മീനാണ്. സുനിക്ക് വലുതൊന്ന് കിട്ടിയേ. എനിക്ക് തോന്നേ പട്ടിണിക്കങ്ങാണ്ട് കിടന്ന മീനുകളാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആവേശമായി. അങ്ങനെ ഞാനും കേട്ട് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എൻ്റെ തീറ്റയും കൊണ്ട് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ മീനൂട്ടെന്നൊക്കെ തന്നെ പറയാം. എനിക്കാണെങ്കിൽ മീനൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് സഹി ഇട്ട് ഞാനൊരു ഐഡിയ അങ്ങ് പ്രയോഗിച്ചു. എന്റെ നമ്മളെ കൊളുത്തു കേട്ടോ. അവിടെ ഒന്നും ഇല്ല. അങ്ങോട്ട് ഇട്ടോണ്ടേ വലിക്കണം. നീട്ടിട്ട് പറ. വലി അങ്ങനെ അവസാനം ഞാൻ എന്താ ചെയ്തെന്നറിയോ, കണ്ണൻചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് മീൻ പിടിച്ചു കേട്ടോ. ആ കിട്ടിയ മീനെ എടുത്ത് ഞാൻ വീടിൻ്റെ തോട്ടിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊക്കി കാണിച്ചു. എന്നിട്ട് എന്താ ആക്ടിങ്. ഓ നാച്ചുറൽ ആക്ടിങ് ഇതാണ്. എല്ലാം ഉണ്ട്. ഇടുന്ന എടുക്കുന്നത് എല്ലാം ഉണ്ട്. കിട്ടി. അത് ഒരു വലിയ സിലോപ്പി ഇട്ടേനാണ് അത്രയും വലിയൊരു ഹായ് കേട്ടത് കേട്ടോ. എല്ലാം എടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ ചേട്ടനാണെങ്കിൽ പണ്ടേ മീൻ പിടിക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇടുക പിടിക്കുക അതുപോലെ തന്നെയായിരുന്നു സുനിയയ്ക്കും. ഇപ്പം തന്നെ നമ്മുടെ റീനയൊക്കെ ഇടാന്ന് തോന്നുന്നത് കേട്ടോ. അപ്പം റീനയൊക്കെ ഇട്ടിട്ട് ആദ്യമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റീനയൊക്കെ എൻ്റെ ട്രിക്ക് പഠിച്ച് അക്കയും കുറേ ഇട്ടു. ഇങ്ങനെ ചെളി കൊട്ടയ്ക്കകത്ത് കോരിയപ്പോ വലിയൊരു കൈയായിരുന്നു. പുള്ളിക്കാരി കൈ കൊണ്ട് പിടിച്ച് കരക്കിടാൻ പിടിച്ചതാ. കിട്ടി കാര്യം
കാര്യം കിട്ടി കുത്തും കിട്ടി. അങ്ങനെ മീൻ പിടിച്ച് ലാസ്റ്റ് വലയിലാണെങ്കിൽ മീനൊന്നും ഉടക്കി. അതായത് വലയുടെ അടുത്തൊരു ഹോൾ ഉണ്ടായിരുന്നു, അതിൽ കഴിഞ്ഞ് മീൻ ചാടി ഇപ്പുറത്തും കിടന്നു. പിന്നെ അതിനെ എടുക്കാൻ ഭയങ്കര തത്രപ്പാടില്ലായി. പിന്നെ നമ്മൾ വലയൊക്കെ അടുപ്പിച്ച് കൊടുത്തു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു ട്വിസ്റ്റ് കിടന്നു കേട്ടോ. ബുദ്ധിമാനായ കണ്ണൻചേട്ടൻ എന്തെടുത്തെന്നറിയാം, അവൻ അടുപ്പിച്ച് മീനെ എടുത്തു കഴിഞ്ഞപ്പോൾ ചൂണ്ടയെടുത്ത് തോട്ടിലേക്ക് ഒരു ഈറും കൊടുത്തു. പിന്നെ ഉള്ളയിൽ പണിയായി. സൂക്ഷിക്കണേ. ഇനി ചൂണ്ട ആരെടുക്കും? ഈ ചെറുക്കൻ ചൂണ്ട എടുത്തിട്ടുണ്ട്. അതെ ആദ്യം മീൻ വേണ്ട, മീനെ ഊരിക്കടാ. എന്നിട്ട് ചൂണ്ട ഉടക്കുമൊക്കെ. അല്ല, അതിന്റെ അടി കൂടെ കമ്പിട്ട് പൊക്കി. അതെന്റെ ചൂണ്ടായിരുന്നു. അങ്ങനെ ലെപ്പിയും ബാറും എല്ലാവരും കൂടെ മീൻപിടുത്തം. ലാസ്റ്റ് കിട്ടിയ മീനുമായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ റീനയ്ക്കയും മാമിയും കൂടെ മീൻ വെട്ടി. മീൻ വെട്ടാൻ മാമി ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. മാമിക്ക് മീൻ വെട്ടാനൊക്കെ നല്ല സ്പീഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ റീനയ്ക്കയും കൂടി. അങ്ങനെ വെട്ടിയെടുത്ത മീനെല്ലാവരെയും നമ്മൾ കറി വയ്ക്കുകയും ഇറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ കുളത്തിലെ മീനാണ് കേട്ടോ ഞങ്ങൾ പോയി കട്ടെടുത്തൊന്നുമില്ല, പറഞ്ഞിട്ട് തന്നെ പിടിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് അടി കഴിഞ്ഞപ്പോൾ തിരികെ എല്ലാവരും വീട്ടിലേക്ക്. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.